ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ സുഖമാണോ? ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. ഈ ദിവസങ്ങളിൽ അഭിഷേകാന്തി റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അട്ടപ്പാടിക്ക് പോകണം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നൊരു സാക്ഷ്യം വായിക്കാൻ കുറെ നാളുകളായി സാക്ഷ്യം വായിച്ചിട്ട്. കാരണം ഈ യാത്രയിലാണ് ഈ വീഡിയോ എടുത്തത്. എല്ലാവേ സെന്ററിൽ വന്നാലേ സാക്ഷ്യം. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ബിനോയ് അച്ഛന്, നമ്മുടെ വലിയ ഫാമിലിക്കും വെരി ഗുഡ്. നമ്മൾ വലിയ ഫാമിലി കേട്ടോ. എന്റെ പേര് റിൻറ്റു. ഞാൻ അഭിഷേകാഗ്നിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കാണാറുണ്ട്, നൊവേനയൊക്കെ ചെല്ലും. എന്റെ ചേച്ചിയിൽ ഈശോ ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റി പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എന്റെ ചേച്ചി ദുബായിലാണ് താമസിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ചേച്ചിയുടെ കയ്യിൽ ഒരു വലിച്ചിൽ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഹൈ ആയിരുന്നു. സ്കാൻ ചെയ്യാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു. അത് ചെയ്തപ്പോൾ കുറച്ച് മുഴകൾ കണ്ടു. എത്രയും പെട്ടെന്ന് ബയോപ്സിക്ക് അയച്ചു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. നാട്ടിൽ പോയി ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്, കേരളം തിരിച്ചു വന്നിട്ട്. അതറിഞ്ഞ പിറ്റേ ദിവസം തന്നെയാണ് അച്ഛന്റെ 5 മിനിറ്റ് ടോക്കിൽ ഈ വീക്കിൽ ഹോസ്പിറ്റൽ ടെസ്റ്റിന് പോകുന്നവർക്ക്, ബയോപ്സി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക്, ഓപ്പറേഷന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡ് പ്രാർത്ഥിച്ചത്. അച്ഛൻ പറഞ്ഞു, ഞാനത് കണ്ട് വിശ്വസിച്ചു. ഇതെന്റെ ചേച്ചിക്ക് വേണ്ടി ഈശോ തന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ അവരോട് പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയെ 10 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ തന്നെ ബയോപ്സി എടുക്കാൻ പോകുന്ന ദിവസം രാവിലെ അഭിഷേകാന്തികളെ കണ്ട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ഫുൾ ഇതായി. രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ ചേച്ചി കൈ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മുഴ പോലെ ഒന്നും കഴുത്തിൽ ഒരു ഭാഗത്തും കാണാനില്ല. നോക്കെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, ഒരു മരുന്ന് ഒന്നും എടുത്തില്ല. പിന്നെ ബയോപ്സി എടുത്ത റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ യേശുവിന്റെ നാമത്തിൽ എന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ വന്നതിന് 1000 നന്ദി പറഞ്ഞു. ഇതിലൂടെ എന്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേർക്ക് വിശ്വാസം വർദ്ധിച്ചു കേട്ടോ. അനേക അപ്പൊ നോക്കി ആ എപ്പിസോഡ് ആ സമയത്ത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുക്കാൻ തോന്നിയില്ലേ. അതോടൊപ്പം തന്നെ യേശു എന്റെ കൊച്ചു ചെയ്ത അത്ഭുതത്തെ പറ്റി പറയുന്നത്. എന്റെ മോൾക്ക് 4 വയസ്സായി. ക്ലിയർ ആയിട്ട് സന്യാസ് ഒന്നും പറയാറില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ 1266 തടസ്സം വരുമ്പോൾ പ്രാർത്ഥിക്കാനും 1836 സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എപ്പിസോഡ് സ്ഥിരമായി ഫെബ്രുവരി മാസം മുടങ്ങാതെ കൂടാം. ഇതിനിടയിൽ തന്നെ കൊച്ചു സംസാരിക്കാൻ ഞാൻ സാക്ഷ്യപ്പെടുന്ന നേർച്ച വന്നിരുന്നു. യേശുവിന്റെ നാമത്തെ ശക്തിയാൽ കൊച്ചു നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. എല്ലാ ഫുൾ സന്യാസം പറയാൻ വേണ്ടി തുടങ്ങി. ഇത് കുറച്ച് നാൾ അയച്ചിട്ട് സാക്ഷിയാണ് കേട്ടോ ഇപ്പോഴാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം, കർത്താവിന് സ്തുതി. എല്ലാത്തിനും ഇന്നെന്തായാലും ഈ മേഖലകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഈശോ കരുണ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മത്തായി 9:21 അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് ഉള്ളിലെ വിചാരം? ഹല്ലേലൂയ. ചിലപ്പോൾ ആരാന്ന വിചാരം എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലെ വിചാരം വളരെ പ്രധാനപ്പെട്ടത്. നോക്കിയേ, പറയുന്നത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് ഒന്നായിരിക്കും, വിചാരം വേറെ ഒന്നാവും. ഇതൊക്കെ സ്കാനിങ്ങിൽ പോലും മനസ്സിലാക്കാൻ പറ്റുകയില്ലാത്തൊരവസ്ഥയാണ്. അല്ല, മനുഷ്യന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവരെ സെന്റ് മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 21 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. അപ്പം നോക്കിയാൽ ഇവള് പോയി വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കുന്നു എന്നുള്ള ആക്ട് ചെയ്യുമ്പോൾ അവളുടെ വിചാരവും ആക്ടും ഒന്നായിരുന്നു. പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോകുന്നു, കൈ നിവർത്തുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഉള്ളിന്റെ വിചാരം എന്നാ? അപ്പോൾ ഉള്ളിന്റെ വിചാരവും പുറമേ ഉള്ള ആക്ഷൻ ഒരേപോലെ വരണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, ഇപ്പോൾ ഒരു ബ്രെയിനിലൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കാര്യം കൈ ഉയർത്തണം എന്നുള്ള സംഗതിയുണ്ട്, പക്ഷേ ആക്ഷൻ നടക്കുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിന്റെ ചിന്താഗതി. അപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ചില മനുഷ്യര് ആ യേശുനാമ ശക്തി ആ പുസ്തകമൊക്കെ വായിച്ച് യേശു നേരിട്ട് തൊട്ട ചില സാക്ഷ്യങ്ങളുണ്ട്. പട്ടാ ഞാനതൊക്കെ പറയിച്ച് ഞാൻ ഓർക്കാം. കാരണം അവരങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. നമ്മൾ വരുമായിരിക്കും എന്നൊക്കെ വന്നാൽ കൊള്ളാം, അങ്ങനെ ഇരുന്നാൽ അതാണ് വിചാരം, വരികയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിന്റെ വിചാരം എന്താണ്, അവിടെയാണ് എപ്പോഴും. അപ്പം ചിലപ്പോൾ ആൾക്കാർ പറയുന്നതാണ് അറിയാമോ, അതായത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഫുള്ള് പല വിചാരത്തിലായിരിക്കും ഇരിക്കുന്നത്, പിന്നെ ഫുള്ള് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞത് ഉള്ളിലെ വിചാരം എന്നാ? ഉള്ളിലെ വിചാരം 100 ആലോചനയാണ്. ഇപ്പോഴും കൊന്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ആണോ? എന്നാ പിന്നെ സാരമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ല ഏകാഗ്രതയോടെ ഇങ്ങനെ വിത്ത് കോൺസെൻട്രേഷൻ കേട്ടോ. വി ഹാവ് ടു പ്രേ വിത്ത് കോൺസെൻട്രേഷൻ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, പരിശുദ്ധാത്മാവെ, നല്ല പ്രഭാതത്തിൽ കർത്താവെ അങ്ങേ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. ചിലർക്ക് സായാഹ്നമാണ് കർത്താവ്, അങ്ങനെയുള്ളവരോട് അങ്ങനെ ചേർന്ന് ആരാധിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ കൂട്ടായ്മയിൽ ഇപ്പോൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷം കൊണ്ട് നിറയട്ടെ, വലിയ കൃപയുടെ അഭിഷേകം നിറയട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ പൈശാചിത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവടിനെ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ, കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, കർത്താവിന്റെ ദൂതന്മാർ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദൈവമേ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, സ്കാനിംഗ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവര്, സ്കാനിങ്ങിന് പോകാനിരിക്കുന്നവര്, ബയോപ്സിക്ക് ഒരുങ്ങുന്നവര്, ആ കർത്താവ് അങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലയുള്ളവർക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശു നാമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 4:30 രോഗത്തെ ബന്ധിക്കുന്നു. ലൂക്ക 9:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ദൈവകൃപയെ സൗഖ്യം വ്യാപരിക്കട്ടെ. സംസാരിക്കാൻ തടസ്സമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ യഫാത്ത തുറക്കപ്പെടട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. വിടുതൽ പ്രാർത്ഥിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, യേശു 28 വചനം, കർത്താവ് ജ്ഞാനം 10 വചനം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.